ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന കോട്ടായി കുഴമന്നം റൂട്ടിൽ പുളിന്തറ ജംഗ്ഷൻ. ഇത് കാണില്ലേ, പുളിന്തറ ജംഗ്ഷന് ശേഷം 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് കുഴമന്നം ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അഥവാ നമ്മുടെ സേലം കൊച്ചിൻ ഹൈവേയിൽ ടച്ച് ആകുന്നതിന് 8 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലം, 1200 സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത്. ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്, ഓപ്പൺ വെല്ലുണ്ട്. 2 ബെഡ്റൂമാണുള്ളത്, രണ്ടും അറ്റാച്ച്ഡ് ആണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ ഇങ്ങോട്ടേക്ക്. ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. ഫ്രണ്ടിൽ തന്നെ വലിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിനോട് ചേർന്ന് നമുക്കിവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫ്രണ്ടിലുള്ള അത്യാവശ്യം സ്പേസ്. ഒരുപാട് വലിയ വീടാണെന്നും പറയുന്നില്ല. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ്. പുതിയ വീടാണ്. കയറി വയ്ക്കുന്ന അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ എവിടെയും ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല വെളിച്ചം, ആൾറെഡി മഴ പെയ്യുന്നുണ്ട്. ആ ഒരു ഇരുട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ഉള്ള വെളിച്ചം നന്നായിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ നല്ല വെളിച്ചമുള്ള സമയത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിൽ തന്നെയാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസിനെക്കാട്ടിലും നല്ല വലിയ രീതിയിലാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം 2 ബെഡ്റൂം ഉണ്ട്. അതിൽ ഒരു ബെഡ്റൂം വരുമ്പോൾ ഒരു 11-12 ആ റേഞ്ചിലുള്ള സൈസിലുള്ള ബെഡ്റൂമാണ്. അത് അറ്റാച്ച് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം വരുന്നുണ്ട്. ഇത് 10x10 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം ഉള്ളത്. ആ ബെഡ്റൂമിനെക്കാട്ടി കുറച്ച് ചെറുതാണ്. പക്ഷെ എല്ലാ റൂമിലും നല്ല 4 പാളികളുള്ള ജനലെല്ലാം കൊടുത്ത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ വാഷ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള തന്നെയാണ്. ഒരു സൈഡ് മാത്രം ടൈൽസിൻ്റെ ഒരു കോമ്പിനേഷൻ ഡിഫറൻസ് കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 4x2 ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ വാഷ് ബേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ ഏരിയ. കിച്ചൺ ഏരിയ നമുക്കിവിടെ വെളിയിൽ തന്നെയാണ് ഓപ്പൺ വെല്ലുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കൊടുക്കാം. നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളമുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല വെള്ളമുണ്ട് ഇതിനകത്ത്. ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇതിൽ നമുക്കിനി ഉള്ളിലൂടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മേളിലോട്ട് കയറാനായിട്ട്. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുട്ടികളുടെ സ്റ്റഡി റൂമോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് മേളിലോട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ. ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെയാണ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബെഡ്റൂം വേണമെങ്കിൽ നമുക്ക് മേലെ സുഖമായിട്ട് എടുക്കാനുള്ള സ്പേസ് ഇവിടെ മേലെയുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഇത് നമുക്ക് ബസ് റൂട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു 100 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. പുളിന്തറ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ കുഴമന്നത്ത് നിന്ന് നമ്മൾ മെയിൻ സേലം കൊച്ചിൻ ഹൈവേ എത്തുന്നതിന് 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. കോട്ടായി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ. ആവിഷ്കാർ സിനിമാസൊക്കെ നോക്കുമ്പോൾ നമുക്ക് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടുന്ന് കാണുന്നത്. KSRTC പാലക്കാടിൽ നോക്കുമ്പോൾ 13 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഒലോക്കോട് ജംഗ്ഷനിലേക്ക് 15 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 38 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നല്ല കാറ്റ് കിട്ടുന്ന രീതിയിൽ ഇവിടെ നമുക്ക് ഒരു സൈഡ് മൊത്തം ഇപ്പം അധികം വീടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ കുറച്ച് വീടുകളൊക്കെ ആയിട്ടുള്ളൂ. റോഡ് നമുക്ക് 100 മീറ്റർ ഉള്ളൂ. ആ വരുന്ന വഴിക്കൊക്കെ വീടുകളുണ്ട്, കണ്ടില്ലേ. ഈ ഭാഗത്തിൻ്റെ വീടുകൾ വരാനില്ല. ഫുള്ള് പാടത്തിൻ്റെ ആ കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.